ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലവ് ഫോർ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മൈദ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഒരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ് മൈദ ചേർത്തത്. കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്ത ചിക്കൻ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ വെച്ച് നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ എപ്പോഴും കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കരിവേപ്പില വിതറി കൊടുക്കുന്നുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഉള്ളു വേവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ തീയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് മറിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും ഇതുപോലെ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഫ്രൈ ആയി വരും. നല്ലതുപോലെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായി നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ആദ്യമായൊക്കെ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും.